എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന പൊതുഫലങ്ങളെ പറ്റിയാണ്. അവിട്ടം നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലുമായി വരുന്ന നക്ഷത്രമാണ്. അവിട്ടം 1-2 പാദങ്ങൾ മകരക്കൂറിലും 3-4 പാദങ്ങൾ കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. ഈ വരുന്ന വർഷത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം 2026 ഒക്ടോബർ 31 വരെ ഉച്ചക്ഷേത്രമായ കർക്കടകത്തിലും തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം വക്രഗതിയിലായി 2027 ജൂൺ 25 വരെ വീണ്ടും കർക്കിടക രാശിയിലും തുടർന്ന് ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. 2026 ഡിസംബർ 5-ന് രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കും രാശി മാറുന്നുമുണ്ട്. ഈ മാറുന്ന ഗ്രഹസ്ഥിതികൾ അവിട്ടം നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യമായി തൊഴിൽ, ബിസിനസ് മേഖലകൾ പരിശോധിക്കാം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കൊല്ലവർഷത്തിൻ്റെ ആദ്യ പകുതി ഏറെ അനുകൂലമായ ഒരു സമയമാണ്. വ്യാഴം കർക്കിടകൻ രാശിയിൽ തുടരുന്ന 2026 ഒക്ടോബർ 31 വരെയുള്ള സമയം കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം, അതുപോലെ വേതന വർധനവ്, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യവും ഉണ്ടാകുന്നതാണ്. അതുപോലെ നിലവിൽ തൊഴിലില്ലാതെ ഇരിക്കുന്ന തൊഴിൽ രഹിതർക്ക് അനുയോജ്യമായ ജോലിയൊക്കെ ലഭിക്കാൻ മികച്ച സമയവുമാണ് വരാൻ പോകുന്നത്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സിലെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ 2026 ഒക്ടോബർ വരെയുള്ള സമയം തികച്ചും അനുയോജ്യമാണ്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അതൊന്നും നടക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ വിപുലീകരണ പദ്ധതികളൊക്കെ വിജയിക്കുന്നതാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പാർട്ട്ണറിൽ നിന്ന് പരിപൂർണ പിന്തുണയൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. എന്നാൽ 2026 ഡിസംബർ 5 രാഹു നിങ്ങളുടെ ജന്മരാശിയായ മകരത്തിലേക്ക് മാറുമ്പോഴും 2027 ജൂണിൽ ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴും തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം. സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനോ അനാവശ്യ ജോലിഭാരമൊക്കെ വന്ന് തലയിൽ വീഴാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് ഡിസംബർ 5-ന് ശേഷമായിരിക്കും. ബിസിനസ്സിൽ വൻതോതിലുള്ള പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ ലീഗൽ രേഖകളൊക്കെ കൃത്യമായിട്ടൊക്കെ പരിശോധിക്കേണ്ടതാണ്. 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വക്രഗതിയുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി കാരണം തൊഴിൽപരമായ കാര്യങ്ങളിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യരുത്. ഇനി അവിട്ടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക വശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി ഈ വർഷം മിശ്ര ഫലങ്ങളാണ് ലഭിക്കുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ കർക്കിടകൻ രാശിയിലെ വ്യാഴത്തിൻ്റെയൊക്കെ സാന്നിധ്യം ധനവരവൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, അതുപോലെ പഴയ കുടിശ്ശികകളൊക്കെ തീർക്കാൻ പറ്റൽ, വസ്തു വിൽപ്പനയിലൂടെയുള്ള ലാഭം എന്നിവയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ കടങ്ങളൊക്കെ വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴിയൊക്കെ തെളിയുന്നതാണ്. വീട് നിർമ്മാണം അല്ലെങ്കിൽ ഭൂമി വാങ്ങൽ എന്നിവയ്ക്കായിട്ടൊക്കെ പണം ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജാഗ്രതയൊക്കെ പാലിക്കേണ്ട സമയം 2026 ഡിസംബറിലെ രാഹുകേതുക്കളുടെ മാറ്റത്തിന് ശേഷവും അതുപോലെ 2027 പകുതിയോടെ ശനിയുടെ രാശിമാറ്റവും ഒക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട്. ഈ സമയത്ത് അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിക്കാനും
പ്രതീക്ഷിച്ച പണം സമയത്ത് ലഭിക്കാതിരിക്കാനും ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. അപരിചിതരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ, അതുപോലെ ജാമ്യം നൽകൽ, കടം കൊടുക്കൽ എന്നിവയൊക്കെ ഈ കാലയളവിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ചിട്ടി, ഓഹരി വിപണി തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് വന്നാൽ സന്തോഷവും ചില തടസ്സങ്ങളും ഒക്കെ മാറി മാറി വരുന്ന ഒരു വർഷമായിരിക്കും വരാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ ഒക്ടോബർ 2027 വരെ ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുന്നതാണ്. സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ അവിവാഹിതരായ അവിട്ട നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള യോഗമൊക്കെ ഈ സമയത്ത് തെളിയുന്നതാണ്. പ്രത്യേകിച്ച് 2026 ഒക്ടോബറിന് മുമ്പ് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 2026 ഡിസംബറിൽ കേതു കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ചിലപ്പോൾ രൂപപ്പെടാം. സംസാരത്തിലൊക്കെ നിയന്ത്രണം പാലിക്കേണ്ടതാണ് എന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ തർക്കങ്ങളൊക്കെ വലിപ്പിച്ച് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യം സംബന്ധിച്ച് ഈ സമയത്ത് ചില ആശങ്കകളും ഉണ്ടായേക്കാം. ഇനി അവിട്ടം നക്ഷത്രത്തിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏകാഗ്രതയൊക്കെ നിലനിർത്താൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും. ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി 2026 ഒക്ടോബർ വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ്. സാങ്കേതിക വിദ്യ, മെഡിക്കൽ, റിസർച്ച് മേഖലകളിലൊക്കെ പഠിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഡിസംബറിന് ശേഷം പഠനത്തിൽ മനസ്സൊക്കെ ചഞ്ചലപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നിശ്ചയദാർഢ്യത്തോടെയൊക്കെ ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അല്പം ശ്രദ്ധ അനിവാര്യമാണ്. 2026 ഡിസംബറിൽ രാഹു ജന്മരാശിയിലേക്ക് എത്തുന്നതും കേതു 7ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതും മാനസിക സമ്മർദ്ദവും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കാം. വയറ് സംബന്ധമായ പ്രശ്നങ്ങളെ, അതുപോലെ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളെ എന്നിവയ്ക്കൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ശീലമാക്കേണ്ടതാണ്. യാത്രകളിൽ പ്രത്യേകിച്ച് 2027 മേടൻ രാശിയിലെ മേടൻ രാശിയിലേക്ക് ശനി മാറുന്നതിന് ശേഷം ശ്രദ്ധക്കുറവും വാഹനത്തിൻ്റെ വേഗതയും ഒക്കെ ഒഴിവാക്കേണ്ടതും ആണ്. ഇനി പ്രതികൂലമായ ഗ്രഹസ്ഥിതികളെയൊക്കെ അതിജീവിച്ച് ശുഭഫലങ്ങളൊക്കെ പൂർണ്ണമായി ലഭിക്കുന്നതിനായി അവിട്ടം നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താവിനോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ വഴിപാടൊക്കെ കഴിക്കുക. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിലെ ശിവനെ പിൻവിളക്ക്, അതുപോലെ ധാര, കൂവളമാല എന്നിവയൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം, ഹനുമാൻ ചാലിസ എന്നിവയൊക്കെ നിത്യവും ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ ആയില്യപൂജ നടത്തുക. ഇതൊക്കെ രാഹുവിൻ്റെ ദോഷത്തിന് നല്ലതാണ്. മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര നാളിൽ ശിവക്ഷേത്രത്തിലൊക്കെ തൊഴുത് ധാര നടത്തുന്നത് സർവ്വവിഘ്നങ്ങളും അകറ്റുന്നതുമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ 1202 ആണ്ടിലെ തുടക്കത്തിലൊക്കെ നല്ല നേട്ടങ്ങളും പകുതിക്ക് ശേഷം ചില ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് ഗ്രഹങ്ങളൊക്കെ നൽകുന്നത്. ശരിയായ ആസൂത്രണവും ഈശ്വരഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടന്ന് വിജയമൊക്കെ വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.